ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേക ശീലമുണ്ടായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് അവൾ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും. ഈ ശീലം ഒരു ദിവസം തന്റെ ജീവൻ രക്ഷിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആ രാത്രിയിൽ വെള്ളം കുടിച്ച ശേഷം അവൾ തന്റെ മുറിയിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിചിത്രമായ ശബ്ദം കേട്ടു. അവൾ തിരിഞ്ഞു നോക്കി, പക്ഷേ അടുക്കള പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അവൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. അവളുടെ മുറിയിലേക്ക് നടന്നു. അവൾ വാതിലിനടുത്തെത്തിയപ്പോൾ താഴെ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു. എന്തോ ശരിയല്ലെന്ന് അവൾ മനസ്സിലാക്കി. പതുക്കെ താഴേക്ക് പോയി പരിശോധിക്കാൻ പോയി. പക്ഷേ പെട്ടെന്ന് ശബ്ദം വീണ്ടും നിലച്ചു. അവളത് സങ്കല്പിച്ചു എന്ന് കരുതിയപ്പോൾ അവളുടെ കണ്ണിന്റെ മൂലയിൽ നിന്ന് ഒരു കടുവയെ അവൾ കണ്ടു. കടുവ വീടിനുള്ളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു. അവൾ ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ ധൈര്യപ്പെട്ടില്ല. അതറിയിക്കുമെന്ന് ഭയപ്പെട്ടു. അവൾ നിശബ്ദമായി തന്റെ മുറിയിലേക്ക് തിരികെ പോയി പതുക്കെ വാതിലടച്ചു. എന്നിട്ടും സുരക്ഷിതത്വം തോന്നിയില്ല. അവൾ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഇരുട്ടിൽ ഒളിച്ചു. പോലീസിനെ വിളിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ ഫോൺ താഴെയാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ പതുക്കെ വാതിൽ തുറന്ന് ശ്രദ്ധാപൂർവ്വം പുറത്തേക്ക് നോക്കി. കടുവ പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ വേഗം ഇടനാഴിയിലേക്ക് ഓടി. സഹായത്തിനായി ലാൻഡ് ലൈനിൽ വിളിച്ചു. പക്ഷേ സിഗ്നൽ ലഭിച്ചില്ല. ആ നിമിഷം ഒരു ചെറിയ മുരൾച്ച കേട്ടു. അവൾ നിശബ്ദമായി ചുമരിലേക്ക് നീങ്ങി. കടുവ മുകളിലേക്ക് വരുന്നുണ്ടെന്ന് ഭയത്തോടെ മനസ്സിലാക്കി. അവൾ ഉടൻ തന്നെ സഹോദരനെ ഉണർത്താൻ അവന്റെ മുറിയിലേക്ക് ഓടി. പക്ഷേ കിടക്ക ശൂന്യമായിരുന്നു. മുറിയുടെ എല്ലാ കോണുകളിലും അവൾ തിരഞ്ഞു. പക്ഷേ അവനെ കണ്ടെത്താനായില്ല. അവളുടെ ഹൃദയത്തിൽ ഒരു മോശം വികാരമുയർന്നു. ഓട്ടിസം ബാധിച്ച അവളുടെ സഹോദരൻ താഴെയായിരിക്കാം. നിശബ്ദമായി താഴേക്ക് പോകുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു. താഴത്തെ നില നിശബ്ദമായിരുന്നു. അവളുടെ സഹോദരന്റെ ഒരു സൂചനയുമില്ലായിരുന്നു. അവൾ ശ്രദ്ധാപൂർവ്വം ചുമരിലൂടെ നീങ്ങി അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ പുറത്തേക്ക് നോക്കി. തുടർന്ന് വേഗത്തിൽ അലക്കുമുറിയിലേക്ക് ഓടി. പോക്കറ്റിൽ അവളുടെ ഫോൺ കണ്ടെത്തി ഉടൻ തന്നെ സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും സിഗ്നൽ ലഭിച്ചില്ല. കോൾ പോയില്ല. പെട്ടെന്ന് അടുത്ത് തിരക്കിട്ട് കാലടി ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. അതവളുടെ സഹോദരനാണെന്ന് അവൾ കരുതി. പതുക്കെ വാതിൽ തുറന്ന് ടോം എന്ന് പതുക്കെ വിളിച്ചു. പക്ഷേ ആ ചെറിയ ശബ്ദം അവളുടെ സഹോദരനെ കൊണ്ടുവന്നില്ല. പകരം അത് കടുവയെ കൊണ്ടുവന്നു. ഭയന്ന് അവൾ തിരിഞ്ഞ് മുൻവാതിലിലേക്ക് ഓടി. രക്ഷപ്പെടാൻ വേഗത്തിൽ അത് തുറന്നു. പക്ഷേ വാതിൽ തുറന്ന നിമിഷം അവൾ മരവിച്ചു. നിരാശ അവളെ കീഴടക്കി.